Kerala and Karnataka, the glow of purity. തോട്ടം മതിൽ 2-3 പ്രാവശ്യം പിന്നെ അവിടെ മത്സ്യമാർക്കുന്ന കുളവ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മുഖ്യമന്ത്രിക്ക് ജനസമ്പർക്ക പരിപാടി കൊടുത്തപ്പോൾ ഇവർ പറഞ്ഞു ഓരോ കൊല്ലം 160 മീറ്റർ കെട്ടിയിട്ട് പുഴയിൽ എത്തിയിരുന്നു. 2015 പറഞ്ഞാണ് ഇതുവരെ 1 മീറ്റർ കെട്ടി. ട്രീറ്റ്മെന്റ് ലെങ്ത് ചെയ്യുന്നത് കുറച്ച് ടൈം എടുക്കും. കാര്യങ്ങളൊക്കെ ഈ സുപ്രീം ടവറിൽ ചെയ്തതുപോലെ അങ്ങനെയുള്ള പിന്നെ ഈ വെള്ളം കെട്ടിക്കിടക്കാതെ ഈ പദ്ധതി കൊണ്ടുപോകും. എഞ്ചിനീയറും മുനിസിപ്പൽ ചെയർമാനും സെക്രട്ടറി എല്ലാം അപ്പൊ അതിന്റെ ഇതിൽ പെട്ടെന്ന് നടപടി എടുക്കാൻ പറയട്ടോ. അടുത്ത മാസം വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് എന്താണെന്നുള്ള ഫൈനൽ റിപ്പോർട്ട് തരാം. നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യണം. സ്ലാബ് ഇതെല്ലാം അതുപോലെ വൃത്തിയാക്കണം. മനുഷ്യന് നടക്കാറുള്ള മനുഷ്യന്റെ അവകാശമല്ലേ. എന്തെങ്കിലും സംഭവിച്ചാലായിരിക്കും മുനിസിപ്പാലിറ്റി വിടുക. നോക്കട്ടെ നോക്കാം. പത്തൊമ്പതാം വാർഡിലെ ഡ്രെയിനേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനുഷ്യാവകാശ കമ്മീഷന് കേസ് നൽകുകയും കേസിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഹിയറിംഗ് നടത്തുകയും ചെയ്തു. അതിന് ഡ്രെയിനേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ പദ്ധതിയാണ് മുനിസിപ്പാലിറ്റി പറയുന്നത്. പക്ഷെ അതിന് വേണ്ട യാതൊരു നടപടിയും കാര്യങ്ങളും ഇതുവരെ ആയിട്ടില്ല. അടുത്ത മാസം 30-ാം തീയതിക്ക് മുമ്പായിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ വളരെ ശക്തമായ രീതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നു. അതിന് മുമ്പ് പദ്ധതി തയ്യാറാക്കി മനുഷ്യാവകാശ കമ്മീഷന് സമർപ്പിക്കാൻ വേണ്ടി സെക്രട്ടറിനെ ചുമതലപ്പെടുത്തി അടുത്ത ഹിയറിംഗിന് സെക്രട്ടറി നേരിട്ട് വന്ന് ഹാജരാകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടു.
പള്ളികൾ, ചർച്ചുകൾ, അമ്പലങ്ങൾ, ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ, കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം, ഇടനെഞ്ചകത്തിലെന്നും പള്ളികൾ, ചർച്ചുകൾ, അമ്പലങ്ങൾ, ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ, കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം, ഇടനെഞ്ചകത്തിലെന്നും പള്ളികൾ, ചർച്ചുകൾ, അമ്പലങ്ങൾ, ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ, കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം, ഇടനെഞ്ചകത്തിലെന്നും ശോഭിതം. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം. പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. സിറ്റി ഗോൾഡിൻ സ്വർണ്ണനിലാവല്ലേ, City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. Venas Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venas Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venas Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and Prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venas Trading and Services as your trusted partner in Qatar. Contact us today, 55488910. Venas Trading and Services, near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. ലക്ഷ്യം മികച്ച ജോലിയാണെങ്കിൽ പഠിക്കാം റൂട്രോണിക്സിന്റെ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ. കേരളത്തിലുടനീളമുള്ള അംഗീകൃത പഠന കേന്ദ്രങ്ങൾ വഴി SSLC, +2, ഡിപ്ലോമ, ഡിഗ്രി പഠനം പൂർത്തിയാക്കിയവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. SC/ST വിദ്യാർത്ഥികൾക്ക് 100% സൗജന്യവും ഒപ്പം മറ്റ് വിഭാഗങ്ങൾക്ക് നിബന്ധനകളോടെ 20% വരെ ഫീസ് ഇളവിലും പഠിക്കാൻ അവസരം. PSC നിയമനങ്ങൾക്ക് യോഗ്യമായ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ കൂടാതെ റൂട്രോണിക്സ് സർട്ടിഫൈഡ് കോഴ്സുകളും തിരഞ്ഞെടുക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടാം, ജോലി സാധ്യതകൾ കൂടുതൽ ഉറപ്പുള്ളതാക്കാം. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിലൂടെ സുരക്ഷിതമായ ഭാവിക്ക് ഉറപ്പുള്ള അടിത്തറ. വിളിക്കൂ 9072 767 005 or visit www.eduskilling.com. ഈ ക്ലാസ് മുറികൾ ഇനി സജീവമാവുകയാണ്. പുതിയ അധ്യയന വർഷത്തിലേക്ക് തയ്യാറെടുക്കുന്ന എല്ലാ പ്രിയ കൂട്ടുകാർക്കും കേരള പോലീസിന്റെ സ്വാഗതം. വീട്ടിൽ നിന്നും സ്കൂളിലെത്തുന്നവരെയും സ്കൂളിൽ നിന്നും തിരികെ വീട്ടിലെത്തുന്നവരെയും കുട്ടികളുടെ സുരക്ഷയ്ക്കായി പോലീസ് നിങ്ങളോടൊപ്പമുണ്ട്. അതിലേക്കായി ഒരു വിദ്യാർത്ഥി സുരക്ഷാ പദ്ധതി തന്നെ ഈ അധ്യയന വർഷം പോലീസ് നടപ്പിലാക്കുന്നുണ്ട്. സ്കൂളുകളിൽ മാത്രമല്ല, യാത്രാമധ്യയുള്ള എല്ലാ മേഖലകളിലും നിരീക്ഷണം ഉറപ്പിക്കുന്നതാണ് പോലീസിന്റെ ഈ പുതിയ പദ്ധതി. സ്കൂൾ ബസ്സുകളിലെ ഡ്രൈവർമാർ, കണ്ടക്ടർമാർ, മറ്റു ജീവനക്കാർ നിർബന്ധമായും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എടുത്തിരിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടുള്ള ലഹരി സംഘങ്ങളെ കുരുക്കുന്നതിനായി സ്കൂളുകൾ, കോളേജുകൾ,
ട്യൂഷൻ സെന്ററുകൾ എന്നിവിടങ്ങളെല്ലാം ശക്തമായ പോലീസ് നിരീക്ഷണവും പെട്രോളിംഗും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂൾ പരിസരത്ത് പതിവായി തമ്പടിക്കുന്നവരെയും വന്നുപോകുന്ന കച്ചവടക്കാരെയും പോലീസ് വാച്ച് ചെയ്യുന്നുണ്ട്. സ്കൂളുകളുടെ പരിസരത്തുള്ള കടകളിൽ ലഹരി വസ്തുക്കൾ വിൽക്കുകയോ സൂക്ഷിക്കുകയോ ചെയ്യുന്നുണ്ടോ എന്നറിയുവാൻ പോലീസിന്റെ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലഹരി വിൽപ്പന സംബന്ധമായ എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായും 112 വിളിച്ചറിയിക്കുകയോ യോദ്ധാവ് വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതുമാണ്.